ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആഗസ്റ്റ് 15 എല്ലാവരും ആഘോഷിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേരി കേട്ടോ. അപ്പോൾ നമ്മളെ റിഷ മൊയ്തു ചാനൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ട്, ലൈക്ക് ചെയ്യാത്തോല് ഒന്ന് ലൈക്കുമ്പോൾ തൊട്ടുകാണ്ട് അങ്ങോട്ട് തുടങ്ങാം നമുക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ റിതു പോയിട്ടില്ല ആഗസ്റ്റ് 15 കേട്ടോ. ഒന്നാമത് ഉമ്മ ഹോസ്പിറ്റലാ പറഞ്ഞില്ല, അപ്പം ഉമ്മാൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയോണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കാക്കു അങ്ങോട്ട് പോയിക്കാണ്. അപ്പം നമ്മളെ റിതു ഉണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഓനൊന്ന് പരിപാടിക്ക് പോയിട്ടില്ല. ഷെയ്മോള് പോയിട്ടുണ്ട്. നമ്മളെ ലിനൂനെ നഴ്സറിക്കും ആക്കണം, ഇച്ചുമ്മാനെ നമുക്ക് സ്കൂൾക്കും ആക്കണം. അപ്പോൾ എന്തോ ബുൾബുളോ സ്കൗട്ടിനൊക്കെ കൂടണം പറഞ്ഞ് നിലയും വിളിയും കൂടിക്കാണ്ട് ഏതായാലും ടീച്ചർ വിളിച്ച് പറഞ്ഞിക്കാണ്ട് നമ്മളെ കൂട്ടിയിക്കണം കേട്ടോ. അപ്പോൾ ആ പരിപാടിക്ക് മാറ്റി ഒരുക്കാനുള്ള ധൃതിയാണ്. അപ്പം നമ്മളെ റിതും കൂടല്ലോണ്ടേ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ മാറ്റി കൊടുത്തു, തുണിയും കുപ്പായൊക്കെ മാറ്റി കൊടുത്തപ്പോത്തിന് കണ്ണിൻ്റെ ഉള്ളിൽ കൺമശി എറ്റിയപ്പോത്തിന് ഓള് നിലയും പുളിയും കൂടൽ തുടങ്ങി എരിഞ്ഞ് അറിഞ്ഞുകാണ്ട്. അതിൽ പിന്നെ റിതു അറിഞ്ഞിങ്ങോട്ട് തന്നാണിമ്മ, ഞാനാണ് റെഡിയാക്കി കൊടുക്കാറുണ്ട്. ഓൻ അതിനാണ് ഒരുങ്ങി പുറപ്പെട്ടു കേട്ടോ. ഏതായാലും ലിനുമോളെ നഴ്സറിക്കും പോകണം, മിച്ചുമ്മാൻ്റെ സ്കൂൾക്കും പോകണം. നമ്മളെ റിതു ഇല്ലോണ്ട് പിന്നെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പായാനും മാറ്റി കൊടുക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ബേബിയാളും ഒക്കെ ഞാനൊരു ഇതാണ് മാനേജ്. രാവിലെ തന്നെ നീച്ച് ലേസം ചോറുണ്ടാക്കി വെച്ചിക്കാണ്ട് ഈ പരിപാടിക്കൊണ്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ, അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിന്റെ മാറ്റൊലി, മൗലാന മുഹമ്മദ് അലി മഹാത്മാഗാന്ധിജി, മഹനീയമാണി നാടിനെ നയിച്ച പൊൻവഴി. ഏതായാലും കൺമശിയൊക്കെ എരിഞ്ഞിട്ട് ഓള് നിലയും വിളിയും കൂടിയപ്പോൾ റിതു എന്നെ അവിടെ റെഡിയാക്കി കൊടുത്തു കേട്ടോ. ഞാൻ മാറ്റി കൊടുത്തോളാം ബാക്കി എറിഞ്ഞുകാണ്ടേ ഓൻ തന്നെയാണ് മാറ്റി കൊടുക്കുക. അപ്പോത്തിന് ലിനുമാനെ പോയിക്കാണ്ട് കുളിപ്പിക്കലും ഒക്കെ കഴിക്കട്ടെ എന്ന് കരുതികാണ്ടേ. ഇന്നിപ്പോൾ ഇവിടെ കാക്കും ഷെയ്മോളും ആരും ഇല്ലല്ലോ, രണ്ടാൾ സ്കൂൾക്കും പോവും വേണ്ടേ. അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിയണ പോലെ എടുത്തോണ്ടി റിതു പറഞ്ഞു. ഓൻ ഏതായാലും പോയിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ ഓനും തന്നെ ടെൻഷനാണ്. ഒന്നാമത്തെ കാര്യം രണ്ട് ഭാഗത്തേക്കും കൂടി ഓടണ്ടേ, നഴ്സറിക്കും ഓടണം, അതേപോലെ സ്കൂൾക്കും പോകണം. പിന്നെ നമ്മളെ ബേബിയാളെയും ഓല് രണ്ടാളില്ലേ, ഒരാളല്ലല്ലോ. അപ്പം രണ്ടാളെയും കൊണ്ട് പോവും വേണം കരുതികാണ്ടേ ഓൻ തന്നെയാണ് മെനക്കെട്ടുക്കുകയാണ് എല്ലാത്തിനും കേട്ടോ. ഓനിങ്ങനെ തന്നെ കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെങ്ങന്മാരെ മാറ്റി കൊടുക്കണോ ഇരിക്കണോ ഒക്കെ. കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു കാക്കു ഇങ്ങനെ തന്നെയാണോ ചെറുപ്പത്തിൽ ഉമ്മാനെ സഹായിച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഉമ്മ, കാക്കുവിൻ്റെ ഉമ്മ എപ്പോഴും പറയലുണ്ട് എന്നോട് കേട്ടോ, എൻ്റെ കുട്ടികളൊക്കെ എന്നെ സഹായിച്ചു തരും, എല്ലാ പണി എടുത്തു തരും, എൻ്റെ കുട്ടികൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ വളർത്തിയിരിക്കണ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് കേട്ടോ. കമൻറ്റ് കുറേ കാണലുണ്ട്, നമ്മൾ നോക്കലും ഉണ്ട് കേട്ടോ. പിന്നെ അടിയിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും പറഞ്ഞിരുന്നു, അതിൽ കൽക്കുഞ്ഞം കയറും, അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ്. നമ്മളെ മിന്നും പൊന്നും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നുള്ളിപ്പൊറുക്കിയാണ് എന്തെങ്കിലുമൊക്കെ തിന്നും. ഇത് പഠിച്ച് വൃത്തിയാക്കണമൊക്കെ നിങ്ങൾ കണ്ടില്ല. എന്നാലും ആ മൂലക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെടുത്തുകാണ്ട് വായിക്കിടും കേട്ടോ. അതുകൊണ്ടാണ് അവർക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊക്കെ ചെയ്യണം. നിങ്ങൾ കൂടെ നിന്നാൽ മതി സപ്പോർട്ടിന്. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാം. നിങ്ങളെ പ്രാർത്ഥനയും ഹെൽപ്പ് എന്നും വേണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെ റിതു ഒക്കെ മാറ്റി കൊടുത്ത് റെഡിയാക്കി സൂപ്പറാക്കി തന്നു കേട്ടോ. കൂടെ അല്ലോണ്ട് ഒരു സമാധാനം. ആരെങ്കിലുമൊക്കെ ഒരാൾ വേണം. പിന്നെ ഓലൊക്കെ സ്കൂളിൽ പോവും, കാക്കു പോവും ചെയ്യുമ്പോഴേ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മാനേജ് ചെയ്യല. എന്തായാലും ആരും വരരുത് എഴുതിക്കാണ്ട് വാതിലടിച്ച് കാണ്ടാണ് ഇരിക്കൽ തന്നെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഓനുണ്ടായതുകൊണ്ട് ഞാൻ കൂടി തരാറുണ്ട്. ഏതായാലും ഒരാളെ കൊണ്ടാക്കിക്കാണ്ട് ഞാൻ ഏതായാലും നഴ്സറിക്ക് പോയിട്ടോ. ബേബിയാളെ രണ്ടാളെയും അവിടെ ആക്കി തന്നു. ബേബിയാൾ കരയണില്ല കേട്ടോ. കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ ഇരുന്നോളൂ എന്ന് കരുതികാണ്ട്
പിന്നെന്താ വിശേഷങ്ങളൊക്കെ? പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? കമൻറ്റുകളൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. ഒന്നും റിപ്ലൈ തരാൻ കഴിയായിട്ടാണ്. ഒക്കെ നമ്മൾ വായിക്കലുണ്ട്, ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യലുണ്ട്. റിതുവിനോട് കുറേ ദിവസമായി പറയണം നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാടാ, ഓരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുമ്പോൾ അതിനൊരു മറുപടി നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ തീരെ മൈൻഡ് ചെയ്യണില്ല കരുതൂലേറെ. ഒന്നാമത് ഓന് ഒഴിവില്ല കേട്ടോ, SSLC ഒക്കെ അല്ലേ. അപ്പോൾ ഓന് അതിൻ്റെ ബാക്ക് കൂടെ നടക്കും. പിന്നെ ഇപ്പം നമ്മൾക്ക് നിങ്ങൾക്ക് അറിയില്ലേ, ഓരോ തിരക്കിലായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കേട്ടോ. ഒരുപാട് ആളുകൾ പിന്നെയും ഓരോ കാര്യങ്ങൾ ചോദിക്കലുണ്ട്. നമ്മളെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതിപ്പോൾ ഓർക്ക് ഒഴിവോടെ കൂടി ഓല് കണ്ടോളും ഇൻഷാ അള്ളാ. എന്നാലും നിങ്ങൾ ചോദിച്ചിണീന് നമ്മളൊരു മര്യാദ ഉണ്ടല്ലോ മറുപടി പറയാമെന്ന്. ഇൻഷാ അള്ളാ ഒരു വീഡിയോസ് നമ്മൾ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ ലിനു മോൾക്കും ഞാൻ കൺമഷിയൊക്കെ ഇട്ട് കൊടുത്ത് ഐബ്രോ കുയ്ബ്രോ ഒന്നും കാത്തച്ച കിട്ടൂല കുട്ടികളെയൊക്കെ പാത്ത് വെക്കും ഞാൻ. എന്നാലും അതിൻ്റെ അടിയിൽ ഓല് കാട്ടണം. നമ്മളെ ലിനുമോളെ ബാക്കൊക്കെ നമ്മളെ ചുമ വെട്ടിയാണ് കേട്ടോ. ഞാൻ എന്തേലും ആവശ്യത്തിന് ഞാനും കാക്കൊന്ന് പുറത്ത് പോയി വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു വികൃതി ഓല് കാട്ടും കേട്ടോ. ഓളെ ഇറങ്ങിയ അടിയിൽ മുടിയൊക്കെ ഒന്നാണ് വെട്ടി വൃത്തിയാക്കി കൊടുത്തുക്കണ്. ഏതായാലും നല്ല ബൗസ് ഉണ്ട്, കുറേ ചീത്തയൊക്കെ കിട്ടി എൻ്റെ അടുത്ത് നിന്ന് കേട്ടോ. പിന്നെ ഇപ്പോൾ കുട്ടികളല്ലേ, കുട്ടികളില്ല പെരയാവുമ്പോൾ അങ്ങനെ തന്നെ ആരും. പിന്നെ ഇപ്പോൾ കുറേ ചീത്ത അറിയുന്നല്ലാതെ തല്ലാനും കുത്താനൊന്നും ഞാൻ നിൽക്കലില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒക്കെ ചെറിയ കുട്ടികളല്ലേ, ഓലവോട് പറഞ്ഞിട്ട് കാര്യമല്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ ഒക്കെ ഉഷാറാവുമായിരിക്കും. പിന്നെ കാക്കൂന് പറ്റൂല തല്ലണവും ചീത്ത അറിയണോ ഒന്നും. അപ്പം പിന്നെ ഞാൻ അതിന് നിൽക്കലും ഇല്ല കേട്ടോ. അപ്പം ഇതാക്കണ് ഒക്കെ റെഡിയായി. 2 കയ്യുമ്മലും വേണം പറഞ്ഞുകൊണ്ട് നിലയും വിളിയും കൂടുക കേട്ടോ. അപ്പം 2 കയ്യുമ്മലാണ് ഇട്ടുകൊടുത്ത് ഒക്കെ സുന്ദരിയാക്കിക്കാണ്ട് മാറ്റിക്കണ്. 2 കൊമ്പിൽ കെട്ടണം പറഞ്ഞ്. അപ്പം ആ വലിയൊരു പെണ്ണൊന്നും ഓളെ തലയിൽ കുത്തി തിരുമ്പി കെട്ടിയാലും നിൽക്കൂല. അപ്പോൾ ഒരു ചെറിയ നെയ്ലോണിൻ്റെ പെണ്ണെടുത്തുകാണ്ടേ ആ നെയ്ലോണിൻ്റെ സീല കാണുമ്പോൾ എല്ലാവരും കരുതിട്ടോ ഒരു സീല കഷ്ണമാണ്. അല്ലട്ട മക്കളെ, അത് ഇതുപോലെ മുറിച്ചുകാണ്ട് ഒന്നാണ് റൂൾ ചെയ്യുമ്പോഴേ റെഡി ആവട്ടോ, ഉഷാറാവും. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇടണ്ട കേട്ടോ. പുതിയ മെറ്റീരിയൽസൊക്കെ വന്ന് കഴിഞ്ഞാൽ അതാണ് ഞാൻ വല്ലാതെ അതിനെപ്പറ്റി പറയാത്തത്. കുറച്ച് റേറ്റ് കമ്മിയാക്കി കൊടുക്കണം എന്ന് മനസ്സിലുണ്ട്. അപ്പം അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരട്ടെ. അമ്മക്ക് പോലെ എങ്ങനെ തരുന്നത് ആ രീതിയിൽ ഒരു 10 ഉറുപ്പ്യ ഏറെ കൂട്ടിക്കാണ്ട് സെയിൽ ചെയ്യാനല്ലേ അമ്മക്ക് കഴിയുള്ളൂ. നമ്മൾ ലാഭത്തിനാ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എന്തായാലും ഒരു 10 ഉറുപ്പ്യ ലാഭം എനിക്ക് ഇല്ലാതെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരൂലല്ലോ. അപ്പോൾ ഒന്നും കൂടി റേറ്റ് കുറക്കാനും വേണ്ടിക്കാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ പെട്ടി വരട്ടെ. അതിൽ ഇച്ചിരി നല്ലോണം റേറ്റ് കമ്മിയാക്കി കൊടുക്കണം എന്ന് മനസ്സിലുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ നമ്മൾ ഷോർട്സ് ഇടുമ്പോൾ എല്ലാവരും വിളിച്ചോണ്ടി കേട്ടോ. പിന്നെ കുറേ ദിവസം കഴിഞ്ഞുകാണ്ട് വിളിച്ചാൽ നിൽക്കരുത്. അപ്പോൾ ചിലപ്പോൾ വേറെ ആയിരിക്കും വരിക. അപ്പോൾ ഇതാക്കണം നമ്മളെ ലിനുമോളൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും വെള്ളം ഉടുപ്പൊക്കെ ഇട്ടിക്കണം. ഓൾക്ക് മാത്രം ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഒരു ദിവസത്തിനായിട്ട് വാങ്ങിയിട്ട് കാര്യമല്ല. ഞാൻ ആദ്യം കരുതി അതൊക്കെ കാണുമ്പോൾ കരയുന്നു. അതൊന്നുമില്ല കേട്ടോ. ഓൾ ഉഷാറായിട്ടിരുന്നു. പിന്നെ നഴ്സറിയിൽ പായസമൊക്കെ കുടിച്ചു, നമ്മളെ മുട്ടായിയൊക്കെ തന്നു, ടീച്ചർ പ്രാർത്ഥനയൊക്കെ ചൊല്ലി. അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ ഇച്ചുവിൻ്റെ സ്കൂൾ അത് അവിടേക്ക് പിന്നെ ഞാൻ പോയിട്ടില്ല കേട്ടോ. റിതു മാത്രമേ പോയിട്ടുള്ളായിരുന്നു. റിതു അവിടെ പോയിക്കാണ്ട് വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് പായസമൊക്കെ കുടിച്ചുകാണ്ട് നമ്മളെ ഇച്ചുമ്മാനും കൊണ്ടുകാണ്ടാണ് പോന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞുകാണ്ട് നമ്മളെ റിതു അങ്ങോട്ട് വന്ന ശേഷം നമ്മളെ ബേബിയാളെയും കൊണ്ടുകാണ്ട് അങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, കുട്ടികളെ പരിപാടികളൊക്കെ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.